നമ്മൾ സുഗതനെ പോലൊരു കൗൺസിലറെ കണ്ടിട്ടില്ല. വന്ന കൗൺസിലറെല്ലാം നമുക്ക് ഒന്നും തന്നിട്ടുമില്ല. ഞങ്ങളെ വിഷമങ്ങളെല്ലാം സുഗതൻ്റെ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥകൾ വന്നത്. BJP കൗൺസിലറായിട്ടുള്ള സുഗതൻ, ഈ സുഗതനെ ശരിക്കും കേരളത്തിൽ വളർത്തിയതാരാണ്? സംഘികളാണോ? അല്ല, വളർത്തിയത് നമ്മുടെ കമ്മികളും അതോടൊപ്പം തന്നെ കൊങ്ങികളുമാണ് എന്നുള്ളത് 100% അടിവരയിട്ട് എഴുതാൻ പറ്റും. കാരണം ഈ പറയുന്ന സുഗതൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, അതോടൊപ്പം തന്നെ സുഗതൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജയിലിലാകാനുമായിട്ടുള്ള കാരണവും, അതോടൊപ്പം തന്നെ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി വട്ടിയൂർക്കാവിൽ മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന തരത്തിലുള്ള ട്രെൻഡിങ് ആക്കി മാറ്റാനും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ സുഗതന് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനും ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികൾ അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് സംഘപരിവാർ പാർട്ടിയല്ല, പകരം അത് കമ്മികളുടെയും കൊങ്ങികളുടെയും പാർട്ടികളാണ് എന്നുള്ളത് 100% ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുഗതൻ ഇനി അടുത്ത BJPയുടെ MLA ആണ് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കും. തിരുവനന്തപുരത്ത് അതും വട്ടിയൂർക്കാവിൽ തന്നെ MLA ആവുന്ന തരത്തിലോട്ട് സുഗതൻ ഇനി വരും നാളിൽ ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് സുഗതൻ ഇപ്പോൾ BJPയുടെ ഒരു പ്രമുഖ നേതാവായി ഉയർന്നു കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രധാന നേതാവായിട്ട്, സംസ്ഥാന നേതാവായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നവരുടെ ജനങ്ങൾക്കിടയിൽ. ഇതൊക്കെയാണ് പറയുന്നത് ഓരോരുത്തരുടെ ഒരു എന്താ പറയുക വളർച്ച എന്ന് പറയുന്നത്, ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് അതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പക്ഷെ ഇത്തവണ ഉണ്ടാക്കി കൊടുത്തതാരാണ്? ആ രീതിയിൽ സംഘപരിവാറാണോ? സംഘികളാണോ? അല്ലേ? അല്ല, അത് നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്ന് നമ്മുടെ സുഗതനെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തോതിലുള്ള ഒരു സ്വീകാര്യനാക്കി മാറ്റണമെന്ന ഉറച്ച മനസ്സോടുകൂടി തന്നെ അവർ രണ്ടും കൽപ്പിച്ച് നീങ്ങിയിട്ടാണ് സുഗതൻ ആ ഒരു നേട്ടം ഇപ്പോൾ സാധ്യമായത് തന്നെ. ഇനി ഒരു കാര്യം ഉറപ്പാണ്, സുഗതൻ ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരുന്നത് പഴയ സുഗതനായി അല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാം. സുഗതൻ ഇനി വരാൻ പോകുന്നത് പുതിയൊരു നേതാവായിട്ടാണ്, ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധിച്ച ഒരു നേതാവായിട്ടാണ്, കേരളക്കര ഒട്ടാകെ അറിഞ്ഞ ഒരു നേതാവായിട്ടാണ് സുഗതൻ ഇനി ജയിലിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? കമ്മി കൊങ്ങികളെ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. സുഗതൻ എന്ന് പറയുന്ന വ്യക്തി വട്ടിയൂർക്കാവിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഇത്രത്തോളം പൊക്കി അടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റി BJPക്ക് മറ്റൊരു നേതാവിനെ കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇനി ആ നേതാവിനെ തിരുവനന്തപുരത്ത് തന്നെ ഒരു MLA ആക്കി മാറ്റുന്ന തരത്തിലോട്ട് ഉയർത്തിയ ഇടതുപക്ഷവും വലതുപക്ഷവും സംഘപരിവാറിന്റെ അല്ലെങ്കിൽ സംഘികളുടെ BJPയുടെ ഒരു ഐശ്വര്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിൽ രാജീവ് ചന്ദ്രശേഖർ ആയാലും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വമായാലും ഒക്കെ തന്നെയും ഇടതുപക്ഷത്തോടും അതോടൊപ്പം നമ്മുടെ UDFനോടും കടപ്പെട്ടിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഈ പറയുന്ന തോതിൽ ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന രീതി കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല രീതിയിൽ സുഗതന്റെ പേരിലുണ്ട്. അതിന്റെ ഇത് വെച്ച് തന്നെയാണ് ഇപ്പോൾ സുഗതൻ ജയിലിൽ കിടക്കുന്നതെന്ന് പറയാം. അതായത് സുഗതൻ എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതി കൊലപാതകം എന്നുള്ള ആ ഒരു രീതിയിലോട്ടോ ഒന്നും തന്നെ പോയിട്ടില്ല. സുഗതൻ രാഷ്ട്രീയപരമായിട്ട് കുറേയധികം കാര്യങ്ങൾ ഇടപെട്ടു. അതിൽ സുഗതനെതിരെ കേസുകൾ വന്നു, കപ്പ കേസ് ആ ഒരു തരത്തിൽ, പിന്നെ അത് രാഷ്ട്രീയമായിട്ട് ആ ഒരു തരത്തിൽ ആയി. ഇപ്പോൾ BJP തന്നെ തുറന്നു പറയുന്നുണ്ട് എല്ലാം രാഷ്ട്രീയ കളികളാണ് എന്നുള്ള തരത്തിൽ. ജനങ്ങൾക്ക് പലതും കാണുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ തോന്നിപ്പോകുന്ന രീതിയാണ് ഇപ്പോൾ ഇടതും വലതും കാണിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊക്കെ തന്നെയും ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെയും തീർച്ചയായിട്ടും സുഗതനും അതോടൊപ്പം തന്നെ സംഘികൾക്കും ഗുണകരമായി മാറിയിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇങ്ങനെയും ഒരു മണ്ടത്തരം ഈ പറയുന്ന തോതിൽ കമ്മികളുടെയും കൊങ്ങികളുടെയും ഭാഗത്ത് നിന്ന് സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ സംഘികൾക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കുകയാണോ നിലവിൽ കമ്മികളും കൊങ്ങികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് കാണിച്ചു കൂടി കോർപ്പറേഷനിൽ ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ സുഗതൻ ജയിൽ മോചിതനായി തിരിച്ചു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴും പല തരത്തിലുള്ള പോരാട്ട നാടകങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ സുഗതനും BJPയും കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനിയും സുഗതനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന തരത്തിലോട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറുക എന്ന് പറയുന്നത് സംഘികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു ചുരുങ്ങിയ സ്ഥലത്ത് മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്ന സുഗതനെ കേരളക്കരെ ഒട്ടാകെ അറിയുന്ന ഒരു സുഗതനായി മാറ്റിയതിൽ ഏറെ അഭിമാനിക്കാം കമ്മികൾക്കും കൊങ്ങികൾക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കധികം പണിയെടുക്കാതെ ഒരു നേതാവിനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ BJPക്കും അഭിമാനിക്കാം. ഇനി തിരുവനന്തപുരത്ത് മറ്റൊരു MLA ആയിട്ട് ഉയർന്നു വരാനായിട്ടുള്ള ഒരു അവസരം ഈ പറയുന്ന സുഗതന് ഒരുക്കി കൊടുത്തതിൽ ഏറ്റവും വലിയ തോതിൽ നന്ദി അറിയിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരമ കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ഒരിക്കലും BJP അല്ലെങ്കിൽ സംഘികൾ
മറക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സുഗതൻ ഒരിക്കലും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മറക്കരുത്. സുഗതൻ ജയിലിൽ കിടക്കുന്നു എങ്കിലും സുഗതൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുത്തതും കേരളക്കരെ ഒട്ടാകെ അറിയപ്പെടുന്ന തരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചതും ഇടതുപക്ഷവും വലതുപക്ഷവും വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ള വിചാരം സുഗതൻ എപ്പോഴും ഉണ്ടായിരിക്കണം.